Hello my dear students, welcome to EduZone, the commerce platform. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പെഷ്യൽ ജേർണലുകളെ കുറിച്ചിട്ടാണ്. അതിലെ ഒരു ഇമ്പോർട്ടൻ്റ് ജേർണലാണ് ക്യാഷ് ബുക്ക്. ഓക്കെ, ക്യാഷ് അക്കൗണ്ടിനെ കുറിച്ചിട്ട് നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ലെഡ്ജർ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ലെഡ്ജറിൽ നമ്മളൊരു ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു, സെയിൽസ് അക്കൗണ്ട്, പർച്ചേസ് അക്കൗണ്ട് ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്തു അല്ലേ. ഇനി നമ്മൾ ക്യാഷ് ബുക്കിനെ കുറിച്ചിട്ടാണ്. ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സബ്സിഡിയറി ബുക്ക് ഓർ സ്പെഷ്യൽ ജേർണൽ ഫോർ എനി ബിസിനസ് കൺസേൺ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതൊരു ബിസിനസ് സ്ഥാപനത്തിലെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബുക്കാണ്, സബ്സിഡിയറി ബുക്കാണ് ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ ഡേ ബുക്ക് യൂസ്ഡ് റെക്കോർഡിംഗ് ഓൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ക്യാഷ്. ഈ ക്യാഷ് ബുക്കിൽ നമ്മൾ എന്ത് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ? ഓൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ്, ഓൺലി ക്യാഷ് റെസിപ്റ്റും ക്യാഷ് പേയ്മെൻറ്റ്സും മാത്രമേ ഇതിൽ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. എ ക്യാഷ് ബുക്ക് ഹാസ് 2 sides. ഒരു ക്യാഷ് ബുക്കിന് 2 സൈഡ് ഉണ്ട്. എ റെസിപ്റ്റ് സൈഡ് ഓർ ഡെബിറ്റ് സൈഡ്. റെസിപ്റ്റ് സൈഡിനെ ഡെബിറ്റ് സൈഡ് എന്ന് പറയും. ആൻഡ് എ പേയ്മെൻറ്റ് സൈഡ് ഓർ ക്രെഡിറ്റ് സൈഡ്. ഒരു ഡെബിറ്റ് സൈഡും ഒരു ക്രെഡിറ്റ് സൈഡും ഉണ്ട്. ഡെബിറ്റിൽ റെസിപ്റ്റ് ചെയ്തും ക്രെഡിറ്റിൽ പേയ്മെൻറ്റ് ചെയ്തും. ഓക്കെ, ഓൾ റെസിപ്റ്റ്സ് ഓഫ് ക്യാഷ് ആർ എൻറ്റേർഡ് ഓൺ ദ ഡെബിറ്റ് സൈഡ് വൈൽ ഓൾ ക്യാഷ് പേയ്മെൻറ്റ്സ് ആർ എൻറ്റേർഡ് ഓൺ ദി ക്രെഡിറ്റ് സൈഡ്. എല്ലാ റെസിപ്റ്റ്സും ഡെബിറ്റ് സൈഡിലും എല്ലാ പേയ്മെൻറ്റ്സും ക്രെഡിറ്റ് സൈഡിലും എഴുതും. ഓക്കെ, then cash book is a type of subsidiary book but created as a principal book ആണ്. സബ്സിഡിയറി ബുക്കാണ്, എന്നാൽ ഒരു പ്രിൻസിപ്പൽ, ഒരു ഒറിജിനൽ ബുക്കാണ്. then on the basis of cash book ledger account are prepared for the cash book is subsidiary book. ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു സബ്സിഡിയറി ബുക്കാണെന്ന് പറയാം. ദെൻ ക്യാഷ് ബുക്ക് ഈസ് എ പാർട്ട് ഓഫ് ലെഡ്ജർ ഓൾസോ ബിക്കോസ് ബാലൻസ് ഓഫ് ക്യാഷ് ബുക്ക് ആർ എൻറ്റേർഡ് ഇൻ ദി ട്രയൽ ബാലൻസ് ഡയറക്റ്റ്ലി. ക്യാഷ് ബുക്ക് ഒരു ലെഡ്ജറാണ്, കാരണം ഇതിൻ്റെ ബാലൻസ് നമ്മൾ ട്രയൽ ബാലൻസിക്ക് ഡയറക്റ്റായിട്ട് എഴുതും. സോ ഇറ്റ് ഓൾസോ ടു ബി ട്രീറ്റഡ് ആസ് പ്രിൻസിപ്പൽ ബുക്ക്. അതുകൊണ്ട് തന്നെ അതിനൊരു പ്രിൻസിപ്പൽ ബുക്കായിട്ട് ട്രീറ്റ് ചെയ്യാം. സോ ദി ക്യാഷ് ബുക്ക് ഈസ് ബോത്ത് സബ്സിഡിയറി ബുക്ക് ആൻഡ് പ്രിൻസിപ്പൽ ബുക്ക്. ക്യാഷ് ബുക്കിനെ സബ്സിഡിയറി ബുക്ക് എന്നും പറയും, പ്രിൻസിപ്പൽ ബുക്ക് എന്നും പറയും. കാരണം 2 കാര്യങ്ങളും അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ക്യാഷ് ബുക്കിന് ഒരു കൺക്ലൂഷൻ കൊടുക്കുകയാണ്. ദി ക്യാഷ് ബുക്ക് ഈസ് എ സബ്സിഡിയറി ബുക്ക് ഓഫ് അക്കൗണ്ട് ദാറ്റ് ഈസ് യൂസ്ഡ് ടു റെക്കോർഡ് ദി പേയ്മെൻറ്റ് ആൻഡ് റെസിപ്റ്റ് ഓഫ് മണി ടു ഓർ ബൈ എ ബിസിനസ് ഓർഗനൈസേഷൻ. ക്യാഷോ ചെക്കോ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം എൻ്റർ ചെയ്യുന്ന ഒരു ക്യാഷ് ബുക്ക്, ഒരു ബുക്കിന് പറയുന്ന പേരാണ് ക്യാഷ് ബുക്ക്. ദ ക്യാഷ് ബുക്ക് ഈസ് പാർട്ട് ഓഫ് ഡബിൾ എൻട്രി സിസ്റ്റം. It therefore functions both as a ledger and subsidiary book of account. ഇത് ലെഡ്ജർ അക്കൗണ്ട് ആയിട്ടും സബ്സിഡിയറി ബുക്ക് അക്കൗണ്ട് ആയിട്ടും നമുക്കിതിനെ പറയാം. ഒരു ബിസിനസ് ഓർഗനൈസേഷനിലേക്കോ പണത്തിൻ്റെ പേയ്മെൻറ്റുകളും റെസിപ്റ്റുകളും രേഖപ്പെടുത്തുന്നതിന് ഉപയോഗിക്കുന്ന ഒരു അനുബന്ധ അക്കൗണ്ടാണ് ക്യാഷ് ബുക്ക്. അതിൻ്റെ മലയാളമാണ് ക്യാഷ് ബുക്കിൻ്റെ മലയാളം. ക്യാഷ് ബുക്ക് ഇരട്ട പ്രവേശന സംവിധാനത്തിൻ്റെ ഭാഗമാണ്, ഡബിൾ എൻട്രി സിസ്റ്റമാണ്. അതിനാൽ ഇതൊരു ലെഡ്ജറായിട്ടും അക്കൗണ്ടിൻ്റെ ഒരു അനുബന്ധ പുസ്തകമായിട്ടും പ്രവർത്തിക്കുന്നു. ഒരു ബിസിനസ് ഓർഗനൈസേഷനിലേക്ക് പണത്തിൻ്റെ പേയ്മെൻറ്റും റെസിപ്റ്റും രേഖപ്പെടുത്തുന്നതിന് ഉപയോഗിക്കുന്ന പണമാണ്, ക്യാഷ് മാത്രമാണ്, അനുബന്ധ അക്കൗണ്ടാണ് ക്യാഷ് ബുക്ക്. ഓക്കെ, ക്യാഷ് ബുക്കിൻ്റെ ഡെഫിനിഷനാണ് ഇവിടെ പറഞ്ഞത്. ടൈപ്സ് ഓഫ് ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്ക് ക്ലാസിഫൈഡ് ഇൻറ്റു 2. ക്യാഷ് ബുക്കിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. മെയിൻലി ജനറൽ ക്യാഷ് ബുക്കും പെറ്റി ക്യാഷ് ബുക്കും. ജനറൽ ക്യാഷ് ബുക്കിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. സിംഗിൾ കോളം ക്യാഷ് ബുക്ക്, ഡബിൾ കോളം ക്യാഷ് ബുക്ക് ആൻഡ് ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക്. ജനറൽ ക്യാഷ് ബുക്കിനെ 3ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്: സിംഗിൾ കോളം, ഡബിൾ കോളം ആൻഡ് ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക്. പിന്നെ ക്യാഷ് ബുക്കിനെ ക്ലാസിഫൈ ചെയ്യുന്നത് പെറ്റി ക്യാഷ് ബുക്ക് എന്ന 2ാമത്തായിട്ടാണ്. ഈ ട്രീയിലൂടെ നമുക്ക് മനസ്സിലാക്കാം ടൈപ്സ് ഓഫ് ക്യാഷ് ബുക്ക്: സിമ്പിൾ ക്യാഷ് ബുക്ക്, ഡബിൾ കോളം ക്യാഷ് ബുക്ക്, ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക് ആൻഡ് പെറ്റി ക്യാഷ് ബുക്ക്. അപ്പോൾ സിമ്പിൾ ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് പ്രിപ്പയർഡ് ലൈക്ക് ക്യാഷ് അക്കൗണ്ട് ഇൻ ലെഡ്ജർ. ലെഡ്ജറിൽ ക്യാഷ് അക്കൗണ്ട് കഴിഞ്ഞിട്ട് റെക്കോർഡ് ചെയ്യുന്നതാണ് ക്യാഷ് ബുക്ക്. ഓൾ ദി ക്യാഷ് റിസീറ്റ്സ് ആർ എൻറ്റേർഡ് ഇൻ എമൗണ്ട് കോളം ഓൺ ഡെബിറ്റ് സൈഡ് ആൻഡ് ഓൾ ക്യാഷ് പേയ്മെൻറ്റ്സ് ആർ അപ്പിയർഡ് ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് amount column. Okay, then cash book is closed and balanced at the end of the month. Cash book എന്ത് ചെയ്യണം? ക്ലോസ് ചെയ്യണം. അതിൻ്റെ ബാലൻസ് ആ ഡേറ്റിൻ്റെ ആ മാസത്തിലെ എൻഡിൽ ബാലൻസ് ചെയ്തിടണം. അങ്ങനെ ക്ലോസ് ചെയ്യണം ക്യാഷ് ബുക്ക്.
ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സിംഗിൾ കോളം ക്യാഷ് ബുക്കാണ്. സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ദിസ് ഈസ് ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് ക്യാഷ് ബുക്ക് ഓപ്പറേറ്റഡ് ബൈ എ ബിസിനസ് ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് റെക്കോർഡ് ഓൾ ക്യാഷ് ട്രാൻസാക്ഷൻ. ദ ക്യാഷ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ഇൻ ദ ക്യാഷ് ബുക്ക് ക്യാൻ ബി for cash sale, cash purchase, payment of cash to suppliers, receipt or cash from customers, etc. Cash by all transaction involved in the receipt and payment of cash. എല്ലാ റെസിപ്റ്റുകളും പേയ്മെൻറ്റുകളും ക്യാഷ് പേയ്മെൻറ്റ് ക്യാഷ് റെസിപ്റ്റ്സ് ഒക്കെ ഒരു എമൗണ്ട് കോളം വെച്ച് ചെയ്യുമ്പോൾ അത്തരം ക്യാഷ് ബുക്കിന് പറയുന്ന പേരാണ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക്. അപ്പോൾ ഒറ്റ നിര ക്യാഷ് ബുക്ക്, സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്ന ഒരു ബിസിനസ് നടത്തുന്ന ക്യാഷ് ബുക്കിൻ്റെ ഏറ്റവും ലളിതമായ രൂപമാണ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക്, ഒറ്റ നിര ക്യാഷ് ബുക്ക്. എല്ലാ പണമിടപാടുകളും റെക്കോർഡ് ചെയ്യാൻ ഇത് ഉപയോഗിക്കും. ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പണമിടപാട് ഏതൊക്കെയായിരിക്കും? ക്യാഷ് സെയില്, ക്യാഷ് പർച്ചേസൊക്കെ എമൗണ്ട് കോളേ ഉണ്ടാവുകയുള്ളൂ. അത്തരം ക്യാഷ് ബുക്കാണ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക്, ഒറ്റ നിര ക്യാഷ് ബുക്ക്. സിംഗിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ഫോർമാറ്റാണ് ഈ കാണിക്കുന്നത്. അതായത് ഫസ്റ്റ് കോളത്തിൽ ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ലെഡ്ജർ ഫോളിയോ, എമൗണ്ട് കോളം, അതാണ് ലെഫ്റ്റ് സൈഡ്, അതായത് ഡെബിറ്റ് സൈഡ്. ദെൻ ക്രെഡിറ്റ് സൈഡിൽ ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ലെഡ്ജർ ഫോളിയോ ആൻഡ് എമൗണ്ട് കോളം. ക്രെഡിറ്റ് സൈഡിൽ ഇതുപോലെ സെയിം കോളാണ് വരുന്നത്. ഓക്കെ, ക്യാഷ് ബുക്ക് സിംഗിൾ കോളം ക്യാഷ് ബുക്കിൽ ഒരൊറ്റ എമൗണ്ട് കോളേ വരുള്ളൂ. അതുകൊണ്ടാണ് അതിനെ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. ലൈക്ക് ഒരു ലെഡ്ജർ ഫോം തന്നെയാണ്. ക്ലിയർ? ഇനി നമുക്ക് ഒരു പ്രോബ്ലം ചെയ്തു നോക്കാം. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഏതൊക്കെ എമൗണ്ട് ക്യാഷ് ബുക്കിൽ എൻ്റർ ചെയ്യേണ്ടത്, ഏതൊക്കെ ട്രാൻസാക്ഷനാണ് ക്യാഷ് ബുക്കിൽ എൻ്റർ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവാൻ ഒരു പ്രോബ്ലം വഴി നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എൻ്റർ ദി ഫോളോയിങ് ട്രാൻസാക്ഷൻ ഇൻ സിമ്പിൾ ക്യാഷ് ബുക്ക് ഓഫ് കുനാൽ. കുനാൽ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ സിമ്പിൾ ക്യാഷ് ബുക്കിൽ എഴുതേണ്ട കാര്യങ്ങളാണ് ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ്. ഓരോ ട്രാൻസാക്ഷൻസും നമ്മൾ എങ്ങനെ പോസ്റ്റ് ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, 2017 1-ാം തീയതി, ജനുവരി 1-ാം തീയതി ക്യാഷ് ഇൻ ഹാൻഡ്, നമ്മുടെ കയ്യിലുള്ള ക്യാഷ് പറഞ്ഞാൽ എമൗണ്ട് ആണ് അല്ലേ, എത്ര രൂപ നമ്മുടെ കയ്യിലുണ്ട്, 11,200. ദെൻ റിസീവ്ഡ് ഫ്രം രമേഷിൻ്റെ കയ്യിൽ നിന്നും 300 റിസീവ് ചെയ്തു. ദെൻ 7-ാം തീയതി പെയ്ഡ് റെൻറ്റ് ₹30, 30 രൂപ വാടക കൊടുത്തു. ദെൻ 8-ാം തീയതി സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്, സാധനങ്ങൾ 300 രൂപക്ക് സാധനങ്ങൾ വിറ്റു. ദെൻ പെയ്ഡ് മോഹന് 700 രൂപ 10-ാം തീയതി കൊടുത്തു. ദെൻ 27-ാം തീയതി പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ്, 200 രൂപക്ക് ഫർണിച്ചർ വാങ്ങി 27-ാം തീയതി. ദെൻ 31-ാം തീയതി സാലറി കൊടുത്തു, 100 രൂപ സാലറി കൊടുത്തു. ഇതൊക്കെ നമ്മൾ ക്യാഷാണ്, കൊടുത്തതുകൊണ്ട് വാങ്ങിയതുകൊണ്ട്, പേയ്മെൻറ്റുണ്ട്, റെസിപ്റ്റുണ്ട്. ഇത് ഓരോന്നും എൻ്റർ ചെയ്യുന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? ഈ ഫോർമാറ്റ് ആദ്യം വരച്ച് വെക്കുക. ക്യാഷ് ബുക്ക് എന്ന ഒരു അക്കൗണ്ട് ആദ്യം വരച്ച് വെക്കുക. എന്നിട്ട് ഓരോ എൻട്രികളും നമ്മൾ അതിലേക്ക് എൻ്റർ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് വന്നത് 11,200 രൂപ കയ്യിലുണ്ട്, ക്യാഷ് ഉണ്ട് എന്നാണ്. കയ്യിലെ ക്യാഷ് പറഞ്ഞാൽ നമ്മുടെ റെസിപ്റ്റാണ് അല്ലേ, അതായത് ഓപ്പണിംഗ് ബാലൻസ് ആണ്. നമ്മുടെ കയ്യിൽ ലാസ്റ്റ് ഇപ്പോൾ എത്ര ഉണ്ട്, അതായത് ആ ഇയർ എൻഡ് കഴിഞ്ഞ് ഫസ്റ്റ് ആ മാസം തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ആ വർഷം തുടങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ എത്ര ക്യാഷ് ഉണ്ട് എന്നതാണ് എഴുതേണ്ടത്. അത് നമ്മൾ ഡെബിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ നമ്മൾ ഡെബിറ്റ് സൈഡിലാണ് ഓപ്പണിംഗ് ബാലൻസ്. ഡെബിറ്റ് സൈഡിൽ ടു ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് 11,200 എഴുതി വെക്കുക. നെക്സ്റ്റ് പോയിൻ്റ് എന്തായിരുന്നു? റിസീവ്ഡ് ഫ്രം രമേഷ് ₹300. രമേഷിൻ്റെ കയ്യിൽ നിന്ന് 300 രൂപ നമുക്ക് കിട്ടി, റിസീവ് ചെയ്തു. അപ്പോൾ നമ്മളങ്ങനെ ജേർണൽ എൻട്രി എന്ത് ചെയ്താൽ ക്യാഷ് എന്ന അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റർ ആരെടുത്തു നിന്നാണോ കിട്ടിയത്, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു രമേഷ് എന്നെഴുതി. അപ്പോൾ നമ്മൾ ക്യാഷ് ബുക്കിൽ എന്താ എഴുതുക? ക്യാഷ് ബുക്കിലാണ് എഴുതുന്നത്. അപ്പോൾ നമ്മൾ ആരെടുത്തു നിന്നാണോ കിട്ടിയത് അയാളുടെ പേര് ഡെബിറ്റിൽ എഴുതണം. എന്താ? ടു രമേഷ് ₹300. ഡെബിറ്റ് സൈഡിൽ നമ്മൾ ടു രമേഷ് ₹300 എന്ന് എമൗണ്ട് കോളത്തിൽ എഴുതുക. എന്നാണോ ഡേറ്റ് കോളത്തിൽ ഡേറ്റ് എഴുതി വെക്കുക. പെർട്ടിക്കുലേഴ്സ് കോളത്തിൽ ടു രമേഷ്, എമൗണ്ട് കോളത്തിൽ എമൗണ്ട് 300 എന്ന് എഴുതി വെക്കുക. നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് പെയ്ഡ് റെൻ്റാണ്. റെൻറ്റിന് പറഞ്ഞാൽ നമ്മൾ വാടക കൊടുക്കുക, അതായത് ഒരു സ്ഥാപനത്തിൻ്റെ റെൻറ്റ് കൊടുക്കുകയാണ്. റെൻറ്റ് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് കൊടുക്കുകയാണ്, ക്യാഷ് കുറയാണ് നമ്മുടെ കയ്യിൽ നിന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ എന്താണോ കൂടിയത്, റെൻ്റ് എന്ന അക്കൗണ്ട് ഡെബിറ്റർ ടു
ക്യാഷ് കൊടുത്തു പോയി അല്ലേ. അപ്പോൾ ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് കുറഞ്ഞു. അപ്പോൾ ടു ക്യാഷ് എന്നാണ്. റെൻ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. അപ്പോൾ നമ്മൾ ക്യാഷ് അക്കൗണ്ടിൽ ബൈ റെൻറ്റ് എന്ന് എഴുതണം. ഏത് അക്കൗണ്ടാണോ നമ്മൾ ഉണ്ടാക്കുന്നത്, ജേണൽ എൻട്രി എഴുതുമ്പോൾ ആ അക്കൗണ്ടിൻ്റെ പേരല്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ എഴുതേണ്ടത്. നെക്സ്റ്റ് പോയിൻ്റ്, ജനുവരി 8 സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ₹300. 300 രൂപക്ക് സാധനങ്ങൾ വിറ്റു. നമ്മൾ ക്യാഷിന് വിറ്റാൽ ക്യാഷ് നമുക്ക് കിട്ടും. ക്യാഷ് എന്ന അസറ്റ് നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ എന്ത് എഴുതണം? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്. അപ്പോൾ നമ്മൾ ക്യാഷ് ബുക്കിൽ എന്ത് എഴുതണം? ടു സെയിൽസ്. ക്യാഷ് ബുക്കിൽ ക്യാഷ് എഴുതോ? ഇല്ല. ടു സെയിൽസ്. ടു സെയിൽസ് എന്ന് എഴുതുക. ഡേറ്റ് കോളത്തിൽ 8 എന്ന് എഴുതുക. ഡെബിറ്റ് കോളത്തിൽ ടു സെയിൽസ്. എമൗണ്ട് കോളത്തിൽ ₹300. ഇനി ജനുവരി 10. ജനുവരി 10 എന്താ ട്രാൻസാക്ഷൻ? പെയ്ഡ് മോഹന് ക്യാഷ് കൊടുത്തു. അപ്പോൾ ക്യാഷ് കൊടുക്കുകയാണ്, നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് എന്ന അസറ്റ് കുറഞ്ഞു പോവുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? മോഹൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് കൊടുത്തില്ലേ? മോഹൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. അപ്പോൾ ക്യാഷ് ബുക്കിൽ എന്ത് എഴുതണം? ക്യാഷ് ബുക്കിൽ ക്യാഷ് എന്നുള്ളത് ഒഴിവാക്കി എന്താണോ വന്നത് അത് എഴുതണം അല്ലേ. അപ്പോൾ മോഹൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നാണ് വന്നത്. അപ്പോൾ ബൈ മോഹൻ. ഇന്നത്തെ ഡേറ്റ് എത്രയാണ്? അന്ന് നമ്മൾ 10 മോഹന് കൊടുത്തത്. അപ്പോൾ ഡേറ്റ് കോളത്തിൽ 10, ബൈ മോഹൻ പെർട്ടിക്കുലേഴ്സ് കോളത്തിൽ, എമൗണ്ട് കോളത്തിൽ ₹700. ഓക്കെ. അടുത്തത് പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ₹200. 200 രൂപക്ക് ഫർണിച്ചർ വാങ്ങി. അപ്പോൾ എന്താ ചെയ്താ? ഫർണിച്ചറാണ് വാങ്ങിയത്. ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ. ഫർണിച്ചർ എന്ന അസറ്റ് കൂടി ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ. തിരിച്ച് നമ്മൾ എന്താ കൊടുത്തത്? ക്യാഷ് കൊടുത്തു. ടു ക്യാഷ് എന്ന അസറ്റ് നമുക്ക് കുറഞ്ഞു. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം? ക്യാഷ് ബുക്കിൽ എഴുതുമ്പോൾ എന്ത് എഴുതണം? ബൈ ഫർണിച്ചർ അക്കൗണ്ട്. അതുപോലെ ലാസ്റ്റ് പെയ്ഡ് സാലറി കൊടുത്തു. സാലറി കൊടുക്കുമ്പോൾ അത്രയും ക്യാഷ് നമ്മളെ കയ്യിൽ നിന്ന് കുറഞ്ഞു പോവുകയാണ് അല്ലേ. എന്താ കൊടുത്തത്? സാലറി അക്കൗണ്ട് ഡെപ്റ്റർ. പിന്നെ ക്യാഷ് കുറഞ്ഞു ടു ക്യാഷ് അക്കൗണ്ട്. സാലറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് 100 രൂപ. ഓക്കെ. അപ്പോൾ ബൈ സാലറി എന്ന് എഴുതിയിട്ട് 100 രൂപ എന്ന് എഴുതണം. ഡേറ്റ് കോളത്തിൽ ഡേറ്റ് ഇടണം. ഇതുപോലെയാണ് നമ്മൾ ഓരോ അക്കൗണ്ടും ക്യാഷ് ട്രാൻസാക്ഷൻസൊക്കെ ആദ്യം നമ്മൾ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജേണൽ നിർബന്ധമായിട്ടും എല്ലാവരും പഠിക്കണം എന്ന് പറഞ്ഞത്. ആദ്യം ജേണൽ എൻട്രി ഇങ്ങോട്ട് പറയുക. ഒരു കാര്യം കാണുമ്പോൾ തന്നെ ജേണൽ എൻട്രി നമ്മൾ ഓർത്തെടുക്കുക. ആ ജേണൽ എൻട്രി കണ്ടാൽ അത് ഏത് അക്കൗണ്ടിലാണോ എഴുതുന്നത് ആ അക്കൗണ്ടിൻ്റെ പേരിന് പകരം അതിൻ്റെ കൂടെ വന്ന എൻട്രി ഏതാണോ അത് എഴുതി വെക്കുക. അങ്ങനെ പറയാൻ കാരണം ഇപ്പോൾ നമ്മൾ ക്യാഷ് അക്കൗണ്ടാണ് ഉണ്ടാക്കണം എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ സെയിൽസ് നടക്കണം, സാധനം വിറ്റതാണെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്. അപ്പോൾ നമ്മൾ ക്യാഷ് ബുക്കിൽ ടു സെയിൽസ് എന്ന് എഴുതി അല്ലേ. അതേസമയം സെയിൽസ് അക്കൗണ്ടാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലോ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്. അപ്പോൾ സെയിൽസ് അക്കൗണ്ടിൽ സെയിൽസ് എന്നാണ് എഴുതുക? അല്ല, ക്യാഷ് ആണ് എഴുതുക. അവിടെ എന്ത് എഴുതണം? ബൈ ക്യാഷ് എന്ന് എഴുതണം. ഓക്കെ. സെയിൽസ് അക്കൗണ്ടിൽ ബൈ ക്യാഷ് എന്ന് എഴുതണം. ക്യാഷ് അക്കൗണ്ടിൽ ടു സെയിൽസ് എന്ന് എഴുതണം. ക്ലിയർ? അപ്പോൾ രണ്ടും ആ എൻട്രി നോക്കിയതിന് ശേഷമാണ് ഡെബിറ്റിൽ എഴുതണോ ക്രെഡിറ്റിൽ എഴുതണോ നോക്കേണ്ടത്. ജേണൽ എൻട്രി ഏതൊരു ട്രാൻസാക്ഷൻ കണ്ടാലും നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ജേണൽ എൻട്രി ഓർത്തെടുക്കുക. ആ ജേണൽ എൻട്രി വെച്ചിട്ട് നമ്മൾ എൻട്രി ചെയ്യാം. ഓക്കെ. ഇനി നമ്മൾ ഇത് ബാലൻസ് ചെയ്യണം. ക്യാഷ് അക്കൗണ്ടാണ്, ക്യാഷ് ബുക്കാണ്, അതുകൊണ്ട് തന്നെ നമ്മളത് ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഡെബിറ്റ് സൈഡിൽ 11,200, 300 ഉണ്ട് അല്ലേ. അതും ടോട്ടൽ ചെയ്യുക. എമൗണ്ട് പിന്നെ ക്രെഡിറ്റ് സൈഡിലോ റെൻ്റ് ഉണ്ട്, മോഹന് കൊടുത്ത ക്യാഷ് ഉണ്ട്, ഫർണിച്ചർ അക്കൗണ്ട് ഉണ്ട്, സാലറി ഉണ്ട്. ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്യാം. അപ്പോൾ ഏറ്റവും കൂടുതൽ ഏത് സൈഡിലാണോ ആ സൈഡിൽ ടോട്ടൽ ചെയ്ത് വെക്കുക. ഏത് സൈഡിലാണ് ഏറ്റവും കൂടുതൽ വരുന്നത്? ഡെബിറ്റ് സൈഡിലാണ് അല്ലേ. ഡെബിറ്റ് സൈഡിൽ എത്ര വരുന്നുണ്ട്? 11,800 വന്നു. അപ്പോൾ അതേ എമൗണ്ട് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതി വെക്കുക 11,800 ടോട്ടൽ കോളത്തിൽ അങ്ങനെ എഴുതി വെക്കുക. എന്നിട്ടോ ജനുവരി 31 നമ്മൾ ക്ലോസ് ചെയ്യുകയാണ് നമ്മുടെ അക്കൗണ്ട്. ക്ലോസ് ചെയ്യുമ്പം ക്രെഡിറ്റ് സൈഡിൽ ശരിക്കും ടോട്ടൽ ചെയ്യുമ്പോൾ 11,800 ഉണ്ടോ? ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആ 30,000 പ്ലസ് 700 പ്ലസ് 200 പ്ലസ് 100
ഇത് ടോട്ടൽ ചെയ്തിട്ട് എത്രയാണോ ഡിഫറൻസ് വന്നത് അതാണ് നമ്മുടെ ക്ലോസിംഗ് ബാലൻസ്. നമ്മുടെ ക്ലോസിംഗ് ബാലൻസ് ആണ് ഇനി നമ്മൾ കാണേണ്ടത്. അപ്പോൾ ബൈ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് എഴുതിയതിന് ശേഷം ഈ ടോട്ടലിൻ്റെ ഡിഫറൻസ് എത്രയാണെന്ന് നോക്കുക. അതാണ് നമ്മുടെ ക്ലോസിംഗ് ബാലൻസ്. ബൈ ബാലൻസ് ക്യാരി ഡൗൺ 10,770 ആണ് ക്ലോസിംഗ് ബാലൻസ് ജനുവരി 31. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഫെബ്രുവരി 1 ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് ഡെബിറ്റ് സൈഡിൽ എഴുതിയതിന് ശേഷം നമ്മൾ എത്രയാണോ എമൗണ്ട് അത് എഴുതി വെച്ച് ക്ലോസ് ചെയ്ത് റെഡിയാക്കുക. അപ്പോഴാണ് ഒരു അക്കൗണ്ട് കംപ്ലീറ്റ് ആകുന്നത്. ബാലൻസിങ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയാത്തതിൻ്റെ കാരണം ഇതുപോലൊരു സെപ്പറേറ്റ് അക്കൗണ്ട് ഉണ്ടാക്കി ബാലൻസ് ചെയ്യാനായിരുന്നു. ഓക്കെ, ഇതുപോലെ ഓരോ ട്രാൻസാക്ഷനും നമ്മൾ ചെയ്തെടുക്കുക. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഏറ്റവും സിമ്പിൾ രൂപത്തിലാണ് നമ്മൾ ചെയ്തത്. ക്യാഷ് ഇടുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, ബിസിനസ്സിലേക്ക് ക്യാഷ് ചെയ്യുമ്പോൾ, അതുപോലെ ക്യാഷ് അക്കൗണ്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ബാലൻസ് എഴുതി വെക്കണം. ടു ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് എഴുതണം. അത് ഡെബിറ്റ്, നമുക്ക് ക്യാഷ് ഉണ്ടെങ്കിൽ, നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ ടു ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് എഴുതണം. എന്നിട്ട് ഓരോ ട്രാൻസാക്ഷനും എഴുതി വെക്കണം. ഓപ്പണിംഗ് ബാലൻസ് ആണ് ആദ്യം എഴുതേണ്ടത്. അതിനുശേഷം ഓരോ ട്രാൻസാക്ഷൻസ് ഓൺലി ക്യാഷ് ട്രാൻസാക്ഷൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ക്യാഷ് ട്രാൻസാക്ഷൻ മാത്രമേ ക്യാഷ് ബുക്കിൽ എഴുതാൻ പാടുള്ളൂ. ഓക്കെ, പിന്നെ നമുക്ക് പറയാനുള്ളത്, ഞാൻ ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ തരാം. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് നോക്കുക. അതിൻ്റെ ആൻസർ ഞാൻ സെൻഡ് ചെയ്യാം. കാരണം നിങ്ങൾ എഴുതിയതിന് ശേഷം ക്ലിയർ ആയിട്ടുണ്ടോ എന്ന് അതിലൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.